ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാലേ ഒരു ചെറിയൊരു കഥയിൽ കൂടെ നിങ്ങളിലോട്ട് എത്താമെന്ന് വിചാരിക്കുകയാണ്. അതെ, ഇതൊരു മോട്ടിവേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷെ എന്നാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. സോ ഒരിടത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. വളരെ കാമായിട്ടുള്ള, വളരെ പോസിറ്റീവ് എനർജിയോട് കൂടിയുള്ളൊരു പെൺകുട്ടി. അവളുടെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാലോ മറിച്ചു. അതെന്നും അവളെ കുറ്റപ്പെടുത്തുകയും വേദനപ്പെടുത്തുകയും കുത്തുവാക്കുകൾ പറയുന്ന ഒരു വീട്ടിലെ സാഹചര്യം. പക്ഷേങ്കിൽ അവള് പുറത്ത് കാണുമ്പോഴൊക്കെ എല്ലാവർക്കും തോന്നുന്നത് ഭയങ്കര പോസിറ്റീവ് എനർജിയുള്ള, അല്ലെങ്കിൽ നല്ലൊരു ചിരിയോട് കൂടിയുള്ള ഒരു നല്ലൊരു മോള്. മാഷാഅല്ലാഹ്. ഇതിന്റെ ഒരു ടെക്നിക്കിലോട്ട് നമുക്ക് ഉള്ളിലോട്ട് കടന്നു ചെന്നാലോ ആർക്കും മനസ്സിലാവണില്ല. ഇത്രയും കുറ്റങ്ങളും കുറ്റപ്പെടുത്തുകളൊക്കെ പുറത്തുള്ളവർ കേൾക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും തന്നെ അവളെ ബാധിക്കുന്നതേ ഇല്ല. ഇതിന്റെ ഉൾക്കാഴ്ച എന്താണെന്നറിയണ്ടേ? അവളുടെ വീട്ടില്, അവളുടെ റൂമിന്റെ ഉള്ളില് ഈ ആൾക്കാരൊക്കെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്ന സമയത്തേക്ക് ഇവള് എൻ്റർ ആയിട്ടുണ്ടാവും. അതായത് അവളുടെ റൂമിന്റെ ഉള്ളിലായിരിക്കും അവള്. ഇതിന്റെ ഉള്ളിൽ അവൾക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു കുഞ്ഞു പൂച്ചക്കുട്ടി. ഈ പൂച്ചക്കുട്ടിയാണ് അത്ര അവളുടെ ഏറ്റവും നല്ല ഉറ്റ സുഹൃത്ത്. അപ്പോൾ ഇവളെ പുറത്തുള്ളവരെ കുറ്റപ്പെടുത്തുന്നു, എന്തെങ്കിലും ചോദിക്കുന്നു, അന്നൊന്നും അവളുടെ മൈൻഡിൽ എത്തുന്നില്ല. കാരണം അവളുടെ ലോകം എന്ന് പറയുന്ന ആ റൂമിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു കുഞ്ഞു പൂച്ചക്കുട്ടിയും കുറേ ബുക്സും അവൾക്കിഷ്ടമുള്ള കുറേ ഹാപ്പിനെസ്സുമാണ് ആ റൂം എന്ന് പറയുന്നത്. അതെ, അവളുടെ വേൾഡ് എന്ന് പറയുന്നത് അവളുടെ ആ ഒരു റൂമാണ്. അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം മനോഹരമാക്കി വെക്കാൻ പറ്റുമോ അത്രത്തോളം മനോഹരമാക്കിക്കൊണ്ടേയിരുന്നു അവൾ. അവളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആ കുഞ്ഞു കുറുമ്പന്. ആ മിണ്ടാപ്രാണിക്കാണെങ്കിലോ ഒരിക്കലും അവളെ വേദനിപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല. എപ്പോഴും സ്നേഹം മാത്രം കൊടുത്തുകൊണ്ടിരുന്നു ഇവര് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്തെന്നറിയോ, നമ്മളുടെ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ്, അതിന്റെ കീ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ മാത്രമാണ്. ഒരിക്കലും അത് മറ്റുള്ളവരുടെ കടമയേ അല്ല. നമ്മൾ ഇരിക്കുന്ന സറൗണ്ടിങ്സ് നമ്മളുടെ സന്തോഷത്തെ അല്ലെങ്കിൽ നമ്മുടെ സമാധാനത്തെ സ്വാധീനിച്ചിരിക്കുന്നു. അതൊരു കുഞ്ഞു പൂച്ചയാണെങ്കിൽ ആ പൂച്ചയ്ക്കും നമ്മൾ സമാധാനിപ്പിക്കാൻ പറ്റൂടോ? അതാണ് ഈ കഥയിലൂടെ മനസ്സിലാവുന്നത്. ഏറ്റവും സമാധാനമുള്ള സ്ഥലങ്ങളിൽ ചെന്നിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനിപ്പം മിണ്ടാപ്രാണികളുടെ കൂടെയാണ് നമുക്ക് സമാധാനം കിട്ടുന്നെങ്കിൽ അവിടെ തന്നെ മസ്റ്റായിട്ട് പോയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു കുന്നിൻ ചെരുവിലാണ് നിങ്ങൾ പോയിരിക്കുമ്പോൾ ഹാപ്പി ആവുന്നതെങ്കിലോ കുറച്ച് കട്ടൻ ചായക്ക് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ആ കുന്നിൻ ചെരുവിൽ പോയിരുന്നുകൊണ്ട് ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു നല്ലൊരു സോളായിട്ട് മാറുക എന്നുള്ളതാണ്. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്തെ നമ്മൾക്കുള്ളിൽ ഏറ്റവും നല്ല ഹോർമോണുകൾ പ്രതിരോധിക്കും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. പ്രതിരോധ ശേഷിയായാലും ആ ഹോർമോണിന്റെ വളർച്ചയായാലും പോസിറ്റീവ് വൈബ്രേഷനുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉൽപ്പാദിച്ചു കൊണ്ടിരിക്കും. സോ ഇത് നമ്മുടെ ശരീരത്തിനും മെന്റൽ പീസിനും ബ്രെയിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ്. സോ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, വേദനിപ്പിക്കുന്ന ആൾക്കാരിൽ നിന്നും